ന്യൂസ് 26 അതിഥിക്കൊപ്പം പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ശ്രദ്ധേയനായ പ്രഭാഷകനും യുവ പണ്ഡിതനും അതിലേറെ ഉപരി സമസ്ത പ്രവർത്തകരുടെ ആവേശവുമായ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി ഉസ്താദ് അവറുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഖുതബ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയും SMF സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി അംഗവുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. ഉസ്താദിന് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, SMF തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഉസ്താദ് ഇപ്പോൾ SMFൻ്റെ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് സമിതി അംഗം കൂടിയാണല്ലോ. അപ്പോൾ SMFൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാനുവൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു ആക്ഷേപം സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ആയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം ഇപ്പോൾ ഈ അടുത്ത് വന്നതാണ്. യഥാർത്ഥത്തിൽ ഏതൊരു സംഘടനയുടെയും ഭരണഘടന ഉണ്ടാവും. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായിരിക്കും. ഭരണഘടന എഴുതപ്പെട്ടാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അപ്പോഴത്തെ ചില വിഷയങ്ങളെ ആഡ് ചെയ്തുകൊണ്ട് മാനുവൽ പരിഷ്കരിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും പാടില്ല. ആ നിലയിൽ ഭരണഘടനയ്ക്ക് പൂർണ്ണമായി വിധേയമായി, എന്നാൽ ഇപ്പോഴത്തെ ചില സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് മാനുവൽ പുറത്തിറക്കിയതും കേവലം ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെയോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെയോ അജണ്ടയുടെ ഭാഗമല്ല. സംസ്ഥാന പ്രവർത്തക സമിതിയിൽ സെക്രട്ടേറിയറ്റിൽ ഒന്നിലധികം തവണ കരട് പ്രസിദ്ധീകരിച്ച് അണികളുടെ കയ്യിലേക്ക്, പ്രവർത്തകരുടെ കയ്യിലേക്ക്, കമ്മിറ്റി അംഗങ്ങളുടെ കയ്യിലേക്ക് അതിൻ്റെ കരട് കൊടുത്ത് മണിക്കൂറുകളോളം ചർച്ച നടത്തിയതിൻ്റെ ശേഷം രൂപപ്പെടുത്തിയതാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ. അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് കൊണ്ട് ശരിയായ രീതിയിൽ തന്നെയാണ് അത് പരിഷ്കരിച്ചിട്ടുള്ളത്. അന്ന് ആ സമയത്ത് ആർക്കും അതിനെ സംബന്ധിച്ചുകൊണ്ട് പരാതി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഈ എല്ലാ ആളുകളും ഇപ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു രണ്ട് ആശയധാര അല്ലെങ്കിൽ രണ്ട് നിലപാടുകൾ ഉള്ളവരുണ്ടല്ലോ. അതിലിപ്പോൾ ഉമർ ഫൈസി മുക്കം SMFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പ്രവർത്തന സമിതി മെമ്പറാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രവർത്തന സമിതി മെമ്പറാണ്. ഫരീദ് സാഹിബ്, സലാഹുദ്ദീൻ ഫൈസി ഇവരൊക്കെ പ്രവർത്തന സമിതി മെമ്പർമാരാണ്. ഇവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് SYS സംസ്ഥാന കമ്മിറ്റി. ഈ SMFൻ്റെ സംസ്ഥാന കമ്മിറ്റി. SMFൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു സ്ഥലത്തു പോലും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ മാനുവൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ കൂടിയിട്ടുള്ള ഈ പ്രവർത്തന കൂടിയിട്ടുകൊണ്ട് ഇവരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും കൊണ്ടിയാണ് ഇതിന്റെ ചർച്ച നടന്നിട്ടുള്ളത്. ഇവരൊക്കെ പ്രവർത്തക സമിതിയിൽ ചിലർ വന്നിട്ടുണ്ടാവില്ല, ചിലർ വന്നിട്ടുണ്ടാവും. ഒന്നിലധികം തവണ സെക്രട്ടേറിയറ്റും പ്രവർത്തക സമിതിയും ചർച്ച ചെയ്തു. ആ ചർച്ചയിലൊന്നും ഇവരാരും ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. ഇതിൽ ചില ആളുകളൊക്കെ പല യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ആരോപണമാണ് ഖതീബുമാർക്ക്, മുദരിസുമാർക്കൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല, മെമ്പർഷിപ്പ് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഇതിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഈ സംഘടനകളൊന്നും ഈ പ്രത്യേകമായി മുദരിസിനോ ജമിയത്തുൽ ഖുതബയിനോ ഒന്നും സംഘടനയില്ല. ഖതീബുമാർക്ക് സംഘടനയില്ല. ഇതൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. ഈ മുദരിസീനും അതുപോലെ തന്നെ ഖതീബുമാരും അവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു. അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഭരണഘടനയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് ശേഷമാണ് ജമിയത്തുൽ മുദരിസീൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ജമിയത്തുൽ മുദരിസീന് സംസ്ഥാന തലം വരെ കമ്മിറ്റി ഉണ്ട്, മേഖല മുതൽ കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജമിയത്തുൽ ഖുതബ സംസ്ഥാന തലത്തിൽ വരെ കമ്മിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ജമിയത്തുൽ ഖുതബിന്റെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. അപ്പോൾ ജമിയത്തുൽ ഖുതബിന്റെ കമ്മിറ്റി SMFൻ്റെ ഭാഗമായിരുന്നു. SMFൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ SMFൻ്റെ ഭരണഘടനാപരമായിക്കൊണ്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം. പിന്നെ SMF അതിനുശേഷം ഖുതബ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന് പുതിയ കമ്മിറ്റി ഉണ്ട്. തന്നെയുമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, 1-2 വർഷമായിട്ടുണ്ടാവും, 2 വർഷമല്ല, കഴിഞ്ഞ ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ സമയത്ത്, സമസ്തയുടെ സമ്മേളന പ്രഖ്യാപന സമയത്ത് അന്ന് മുഷാവറയിൽ കൊടുത്ത ജമിയത്തുൽ ഖുതബായി തന്നെ ആവശ്യപ്പെട്ട പ്രകാരമാണ് സമസ്തയുടെ നേരിട്ടുള്ള കീഴടകമായി അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഭരണഘടന ഉണ്ട്, അതിന് തെരഞ്ഞെടുപ്പുണ്ട്, അതിന് മാനുവലുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ജമിയത്തുൽ മുദരിസീനും. അതുകൊണ്ട് തന്നെ ജമിയത്തുൽ മുദരിസീനും ജമിയത്തുൽ ഖുതബയിനും ഒക്കെ സെപ്പറേറ്റ് സംഘടനകൾ ആയിക്കൊണ്ടിരിക്കവേ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ഭരണഘടനയിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിക്കൊണ്ടും ജമിയത്തുൽ ഖുതബയിലെ ഖത്തീബുമാർ മുദരിസ് എന്ന തസ്തികയിൽ കൊടുത്തിട്ടില്ല എന്നല്ലാതെ പണ്ഡിതന്മാർക്കുണ്ട്. 5 പണ്ഡിതന്മാർക്ക് ഒരു പഞ്ചായത്തിൽ സ്പെഷ്യലായി ഇവർ മഹല്ല് കമ്മിറ്റി മുഖേന വന്നിട്ടില്ലെങ്കിലും സംഘടനാ താല്പര്യപ്രകാരവും ആലിമീങ്ങളെ പരിഗണിച്ചും സാദാത്തുകളെ പരിഗണിച്ചുകൊണ്ട് 5 പണ്ഡിതന്മാർക്ക് സ്പെഷ്യലായി
ഒരു മഹല്ല് കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോലും അവരെ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തണം. അപ്പം ഒരു പഞ്ചായത്തിൽ നിന്ന് 5 ആളുകൾ സ്പെഷ്യലായിട്ട് വരണമെന്ന് പ്രത്യേകം ഈ മാനുവൽ പറയുന്നുമുണ്ട്. അത് സ്റ്റേറ്റ് തലം വരെ സ്പെഷ്യൽ കേസായിക്കൊണ്ട് സ്റ്റേറ്റ് തലം വരെ ഉണ്ട് താനും. അപ്പോൾ ആലിമീങ്ങളെയോ സാദാത്തുകളെ അവഗണിച്ചു എന്നല്ല, വന്നിടത്തോളമുള്ള കമ്മിറ്റികളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഉണ്ട് ഉസ്താദുമാരും. പിന്നെ ഓരോ മഹല്ല് കമ്മിറ്റി നിയന്ത്രിക്കുന്നത് ഉസ്താദുമാരുടെ നാടിന്റെ പരിഗണന ഉണ്ടെങ്കിൽ ആ മഹല്ലിൽ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ മഹല്ല് ഭാരവാഹി എന്ന നിലയിലാണ് ഞാനിപ്പോൾ സംസ്ഥാന കൗൺസിലർ വരെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ കൊണ്ടാണ് മേലോട്ട് വരുന്നത്. അതുപോലെ ആലിമിനെ മഹല്ലിൽ ആവശ്യമാണ് എന്ന് മഹല്ലുകാർക്ക് തോന്നിയാൽ അവർ മഹല്ല് കമ്മിറ്റിയിൽ എടുക്കും. അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാം വരും. അങ്ങനെ വന്നവർ ധാരാളം ഉണ്ട് താനും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ, അതായത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചു എന്നുള്ളത്. അങ്ങനെ ജിഫ്രി തങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും SMF മാത്രമല്ല സമസ്തയുടെ എല്ലാ ഘടകങ്ങളും അതാത് ടേമിൽ റിട്ടേണിംഗ് ഓഫീസറെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഉൾപ്പെടെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. ആ സമയത്ത് കമ്മിറ്റി ആരെയാണോ താല്പര്യപ്പെടുന്നതെങ്കിൽ അവരെ റിട്ടേണിംഗ് ഓഫീസറാക്കും. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ടൈമിനായിട്ടുണ്ട്, MT ഉസ്താദ് അതിന് മുമ്പായിട്ടുണ്ട്, മഹാനായ പ്രൊഫസർ ആൽഗുഡ് ഉസ്താദ് ആയിട്ടുണ്ട്, ഷംസുല്ലമ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിട്ടുണ്ടാവും. അതാത് ടൈമിൽ അതാത് കമ്മിറ്റി നിയമിക്കുക എന്നല്ലാതെ സ്ഥിരമായി ഇന്ന ആള് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഒരു നിയമവും SMF-ൽ ഇല്ല. അതാത് സമയത്ത് ആ കമ്മിറ്റിക്ക് തെരഞ്ഞെടുക്കാം. ആ കമ്മിറ്റി അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ തന്നെ പലപ്പോഴും മാറ്റാം. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതാത് ടേമിന് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ മാനുവൽ അടിസ്ഥാനത്തിൽ വരും. മാനുവൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മാനുവൽ ഉണ്ടാക്കിയ സമിതി അത് കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. ആ കമ്മിറ്റി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഇത്തവണ MT അബ്ദുള്ള മുസ്ലിയാരെയാണ്, ഉസ്താദിനെയാണ് തെരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ MT ഉസ്താദിനെ ജിഫ്രി തങ്ങളെ മാറ്റി MT ഉസ്താദിനെ ആക്കി എന്നുള്ളത് അത് കമ്മിറ്റി ഐക്യ കണ്ടേനെ എല്ലാവരും അറിഞ്ഞുകൊണ്ടെടുത്ത ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റുന്നില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇല്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉള്ളത് മുമ്പത്തെ കമ്മിറ്റി ഉണ്ടാക്കുന്നത് അതിന്റെ മുമ്പത്തെ ആ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതോടുകൂടി അത് കഴിഞ്ഞു. MT അബ്ദുള്ള മുസ്ലിയാർ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി പിന്നീട് 3 വർഷം കഴിഞ്ഞ സമയത്ത് പുതിയ കമ്മിറ്റി വരുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് പുതിയ ആളുകൾ തെരഞ്ഞെടുക്കും. അതിപ്പോൾ MT ഉസ്താദ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽഗുഡ് ഉസ്താദ് ആയിരിക്കാം, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളായിരിക്കാം, ആരും ആവാം. അപ്പൊ ഇന്ന ആളാവണം എന്നൊരു ഫിക്സഡ് തീരുമാനം അതിലില്ല. തന്നെയുമല്ല, ഇത് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ MT ഉസ്താദിനെ റിട്ടേണിംഗ് ഓഫീസറായിക്കൊണ്ട് ചുമതല ഏൽപ്പിക്കുന്നത് സംസ്ഥാന പ്രവർത്തക സമിതിയാണ്. സംസ്ഥാന പ്രവർത്തക സമിതി അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരടെല്ലാം ചർച്ച ചെയ്ത് മാനുവൽ പ്രിന്റ് ചെയ്ത് ആ പ്രിന്റിലുണ്ട് കൃത്യമായി കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന ആളുകളാണ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ റിട്ടേണിംഗ് ഓഫീസർ ഇന്നാളാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആളുകളെ മുഴുവൻ അത് കാണിച്ചിട്ടുണ്ട്. അത് മഹല്ല് തലം വരെ അതിൻ്റെ പ്രിന്റഡ് കോപ്പിയും കൊടുത്തിട്ടുണ്ട്. ഇത് നിലവിലുണ്ടായിരുന്ന ജിഫ്രി തങ്ങളെ മാറ്റി എന്നാണ് പറയുന്നതെങ്കിൽ താഴെ തട്ടുന്ന ചർച്ച വരണം, നേരത്തെ ചർച്ച ഉണ്ടാവണം, സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം, സെക്രട്ടേറിയറ്റിൽ അതിൽ വിയോജിപ്പ് പറയണം, എന്തുകൊണ്ട് തങ്ങളവറുകളെ മാറ്റിയെന്ന് ചോദിക്കണം. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ കമ്മിറ്റിയിലുള്ളവരാണ്. ഇനി അതിനൊക്കെ പുറമെ കാളികാവ് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി വന്നത് വാക്കോട് മൊയ്തുകുട്ടി വൈസി ഉസ്താദാണ്, സംസ്ഥാന മുഷാവർ അംഗം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് ആ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ മാനുവൽ ഇവരൊക്കെ നോക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തൂല. ആ മാനുവൽ പ്രകാരം MT അബ്ദുള്ള മുസ്ലിയാർ ചീഫ് റിട്ടേണിംഗ് ഓഫീസറാണ് എങ്കിൽ എന്തുകൊണ്ട് തങ്ങളെ മാറ്റി റിട്ടേണിംഗ് ഓഫീസറാക്കി MT ഉസ്താദിനെ ആക്കിയത് കൊണ്ട് ഞങ്ങളതിൽ പങ്കെടുക്കൂല, ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട് എന്നവർ പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. അവർ ആ കമ്മിറ്റി പ്രകാരം വന്നത്. മേഖലാ കമ്മിറ്റിയിൽ അവർ വന്നു, മാലിന്യ കമ്മിറ്റിയിൽ അവർ വന്നു, പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവർ വന്നു, ജില്ലാ പ്രവർത്തക സമിതിയിൽ അവർ വന്നു, ജില്ലാ കമ്മിറ്റികളൊക്കെ വന്നു. ഇപ്പോൾ 1-2 ജില്ലാ കമ്മിറ്റികൾ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ഈ സമയത്താണ് ഇത്തരം ഒരു ആരോപണം ചില ആളുകൾ ഉന്നയിക്കുന്നത്. ഇത് വെറും ബാലിശമായിരിക്കുന്ന ഒരു വാദം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നതല്ല. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് ഉദ്ധരിക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ MT ഉസ്താദ് റിട്ടേണിംഗ് ഓഫീസറായ സമിതിയുടെ മാനുവൽ പ്രകാരം വന്നിട്ടുള്ളവരാണ്. അവിടെയൊന്നും ഇതിൻ്റെ അഭിപ്രായം പറയാതെ ഇനി അതിനൊക്കെ പുറമെ ചില ആളുകൾ ഇതിൽ പരാതി കൊടുത്തിരുന്നു. ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഭരണഘടന പ്രകാരമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ സംസ്ഥയുടെ മുഷാവറ തീരുമാനിച്ചു അത് പരിശോധിക്കണം. ആ പരിശോധിക്കാൻ വേണ്ടി സംസ്ഥയുടെ മുഷാവറയിൽ ഉത്തരവാദിത്തപ്പെട്ട ആലിമീങ്ങൾ ഈ സമിതിയെ വിളിച്ചു, ചേളാരി ഓഫീസിലേക്ക് വിളിച്ചു. മണിക്കൂറുകളോളം ഇത് ചർച്ച ചെയ്തു. മാനുവൽ മുടിനാരിഴ കീറി ചർച്ച നടത്തി.
ആ ഉസ്താദുമാരാണ് ചർച്ച ചെയ്യുന്നത്. സമസ്ത മുശാവറ കൊടുത്ത പരാതിയിൽ അവരെ വിളിപ്പിച്ച് അന്വേഷിച്ചതിന് ശേഷം പിന്നെയും ഈ ആരോപണങ്ങൾ പിന്നെ ഉന്നയിക്കുന്ന അപ്പോൾ ഉസ്താദുമാർ ആരെങ്കിലും ഒന്ന് പറയണ്ടേ, മുമ്പത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജിഫ്രി തങ്ങൾ എങ്ങളൊന്നും കൊണ്ട് മാറ്റിയെന്ന് ഉസ്താദുമാർ ചോദിച്ചില്ല. അതിൽ വന്നിട്ടില്ല, അവർ വന്നിട്ടില്ല. ആർക്കും പരാതിയില്ല. പരാതി ഇപ്പൊ ജില്ലാ കമ്മിറ്റികളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു അങ്കലാപ്പ് എന്താ അറിയില്ല. അതിൽ നിന്നുകൊണ്ടാണ് ഒരു പുതിയ വാദം ഉയർന്നു വരുന്നത്. അത് ബാലിഷ്യമായ വാദമാണ്. ഈ SMF-ന്റെ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ അതൊക്കെ മുസ്ലിം ലീഗ് പിടിച്ചെടുക്കുകയാണ് കമ്മിറ്റികൾ എന്നുള്ള ഒരു ആരോപണം, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെയാണോ? ഇത് മുമ്പ് വേറെ ചില ആളുകൾ ഉന്നയിച്ചിരുന്നു, സമസ്ത മൊത്തം മുസ്ലിം ലീഗ് പിടിച്ചെടുക്കുന്നത്. പഴയ കാലത്തുള്ള ഒരു ആരോപണം. സമസ്തയിൽ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗാണ്. മഹല്ല് നിയന്ത്രിക്കുന്നതിൽ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗാണ്, പ്രത്യേകിച്ച് മലബാറിൽ. അതേ സ്ഥാനത്ത് അവർ സമസ്തക്കാരാണ്. അപ്പം അതുകൊണ്ട് സമസ്തക്കാരായ മുസ്ലിം ലീഗുകാരാണ് മഹല്ലുകൾ മഹാഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് SMF-ൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളും അതിൻ്റെ നേതൃസ്ഥാനത്ത് അവർ വരിക സ്വാഭാവികമാണ്. ഒരു മഹല്ല്, ഒരു പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന മഹല്ലുകളാണ് കൂടുതലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം ജനാധിപത്യ രീതിയിൽ വരുമ്പോൾ ആ കമ്മിറ്റി മുസ്ലിം ലീഗിന് അവർക്ക് ഉപയോഗപ്പെടുത്താനും അവർക്ക് വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ജനാധിപത്യ രീതിയാണ്. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, സമസ്തയിൽ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് SMF-ൽ മുസ്ലിം ലീഗ് പ്രകടമായി കൊണ്ടുപോകും. അത് പിടിച്ചെടുക്കലൊന്നുമില്ല. അവർക്ക് സമസ്തക്കാരായി. ഇവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് സമസ്തയുടെ മഹല്ല് മദ്രസയും നിലനിർത്തിയത് ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്ന കാര്യം നമ്മൾ മറന്നുവരുത്. അപ്പൊ ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അവഗണിച്ചുകൊണ്ട് സമസ്തയുടെ ചരിത്രം ഒന്നുകൂടി പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് എന്നതിലൂടെയല്ല, അവര് സമസ്തക്കാരും സുന്നികളാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. നാടുകളിലൊക്കെ തന്നെ മൗലിദും റാത്തീബും ഒക്കെ നടത്താനും സ്ഥാപിക്കാനും സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനും അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള പ്രവർത്തകരാണ്. അവർ ലീഗായിരുന്നത് കുറ്റമായി കാണാൻ കഴിയില്ല. SMF-ന്റെ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യമായിട്ടല്ല, ചില താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നതെന്നുള്ള ഒരു ആരോപണം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ ജനാധിപത്യം എന്നതിൻ്റെ വിവക്ഷ ഒരംഗത്വം കൂടുതലുള്ള ആളുകൾക്ക് ഭരണം എന്നത് ഒരു ഭാഗമാണ്. എന്നാൽ എല്ലാവരെയും പരിഗണിക്കുക എന്നത് അതിൻ്റെ വിശാലമായ ഒരർത്ഥമാണ് ജനാധിപത്യത്തിൻ്റെ. ആ അടിസ്ഥാനത്തിൽ വന്നയിടത്തോളം മേഖലകളും ജില്ലകളൊക്കെ തന്നെ ഒരു സമവായത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് സമ്പൂർണ്ണ ജനാധിപത്യം. എന്നാൽ ചില സ്ഥലത്ത് തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ വോട്ടിംഗ് ഉണ്ടാവും. അതടിസ്ഥാനത്തിൽ വോട്ടിങ്ങിലൂടെ ജനാധിപത്യ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരു കമ്മിറ്റിയും ഒരു സ്ഥലത്ത് പോലും ചിലരുടെ താല്പര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിച്ചൊന്നുമില്ല. എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ കാളികാവ് മേഖല മഹല്ല് ഫെഡറേഷൻ്റെ, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഒരു പാനലിലുള്ളത് ഈ പറഞ്ഞ പോലെ വാക്കോട് മുരികുട്ടി വൈസി, അതുപോലെ തന്നെ അമീദ് വൈസി ഒക്കെ തന്നെയാണ്. അവർക്ക് വരാം. അവിടെ അബ്ദുസമദ് പൂക്കോട്ടൂരും ഷാഫിയാജി ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ അവിടെ ചില പ്രശ്നം ഉണ്ടായ സമയത്ത് അത് പോയിട്ടുള്ളത്. അതിൽ പൂർണ്ണമായും അവർക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗപ്പെടുത്തി എലക്ഷൻ പോലെ, സാധാരണ ഒരു എലക്ഷൻ പോലെ അവരുടെ വോട്ടിംഗ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സുതാര്യമായി കൊണ്ട് ബന്ധപ്പെടാൻ സാധിച്ചു. ജനാധിപത്യ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്ത് അങ്ങനെ നടത്തിയിട്ടുണ്ട്. സമവായത്തിലൂടെ രൂപപ്പെട്ട് വരേണ്ട എല്ലാവരും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സദസ്സിൽ നിന്നുകൊണ്ട് കൈപ്പൊക്കി എഴുന്നേറ്റിൽ നിന്നും ഭൂരിപക്ഷം തെളിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കീഘടകങ്ങളുടെ സാരഥികളെ വിളിച്ചുകൂട്ടി. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വന്നത് അങ്ങനെയാണ്. എല്ലാ മേഖലകളുടെയും ആളുകളുടെ പ്രതിനിധികളെ, നേതാക്കന്മാരെ, സാരഥികളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് അത് രേഖപ്പെടുത്തി അതിൽ ഭൂരിഭാഗം പറഞ്ഞത് എന്താണോ അതടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ജനാധിപത്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് ആർക്കും അതിൽ പരാതി പറയാൻ കഴിയില്ല. SMF-നെതിരെ കേസ് കൊടുത്തു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കാനിടയുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? SMF-നെതിരെ അങ്ങനെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഈ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് പറയപ്പെട്ടതുപോലെ, പഴമൊഴി പോലെ അത്താഴമെടുക്കാനോ നീർക്കോലി കടിച്ചാലും സാധിക്കും. ഇപ്പം ആർക്കും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെ പരാതി കൊടുത്താൽ കോടതിയിൽ സ്റ്റേ വാങ്ങാൻ സാധിക്കും. ഇതൊരു വലിയൊരു മഹത്വമുള്ള കാര്യമൊന്നുമല്ല. അതൊരു തെറിച്ച വ്യക്തി ഉദ്ദേശിക്കുന്ന വൈകല്യങ്ങളുടെ ഒരു ചാബല്യങ്ങളിൽ രൂപപ്പെട്ട് വരുന്ന ഒരു വികൃതി മാത്രമാണ്. അതാണ് ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത്. ചില ആൾ കേസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീനെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ അത് സംബന്ധിച്ചുകൊണ്ട് SKSF-ന്റെ ഇപ്പം സമസ്ത മുഷാവർ, എന്തിനേറെ സമസ്ത മുഷാവർക്കെതിരെ കേസ് കൊടുത്ത ആളുകളുണ്ടല്ലോ. ആ കേസ് കൊടുത്ത ആളുകൾ സുപ്രീം കോടതി വരെ അത് വാദിച്ച് മുന്നോട്ട് പോയി. താൽക്കാലികമായി ചില മുഷാവർ ചേരുന്നതിന് വരെ അവർ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. മുഷാവർ വാങ്ങേണ്ടതിന് അവർ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ആ കേസ് കൊടുത്ത ആളുകളുടെ അല്ലെങ്കിൽ ആളുടെ പര്യവസാനം, അന്തിമ ജീവിതം എങ്ങനെയായിരുന്നു എന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, സമൂഹത്തിന് അറിയാം. അതുകൊണ്ട്
ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടുള്ളത് SMF-നെതിരാണെങ്കിൽ SMF-ന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് അവിടെ പ്രതിയാകാന്നുള്ള കാര്യം ഏതൊരു സാമാന്യ ബോധ്യമുള്ളവനും അറിയാലോ. പിന്നെ ഇലക്ഷൻ കമ്മീഷനെതിരാണെങ്കിൽ ആ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് MT അബ്ദുള്ള മുസ്ലിയാരാണ്. അപ്പൊ അദ്ദേഹം അവിടെ പിന്നെ പ്രതിയാക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഞാൻ മുമ്പ് TC പറഞ്ഞ പോലെ ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഞാൻ ഷംസുൽമക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പിന്നെ നിങ്ങൾ ആര് കൊടുത്ത കേസിന്റെ ഒന്നാം പ്രതി ആര് എന്ന് നമ്മൾ ചോദിച്ചതാണ്, നാട്ടിൽ ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ ഒരു സംഘടനക്കെതിരെ, സ്ഥാപനത്തിനെതിരെ, വ്യവസ്ഥാപിതമായ സംവിധാനത്തിനെതിരെ കേസ് കൊടുത്താൽ അതിന്റെ ലീഡർഷിപ്പിലുള്ളവർ അതിന്റെ പ്രതികളാവും വരുമെന്ന കാര്യം സ്വാഭാവികതയാണ്. അപ്പൊ അതുകൊണ്ട് കേസ് കൊടുക്കുന്ന ആളുകൾ കൊടുക്കുമ്പോൾ ഓർക്കണം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കേസ് കൊടുത്തത് കൊണ്ടും കാര്യങ്ങളൊന്നുമില്ല. അത് ഇപ്പോൾ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്തായം എടുക്കാൻ ഒരു നീർക്കോലി അടിച്ചാലും കഴിയും, അതിലപ്പുറമില്ല. അങ്ങനെ ഒരുമ്പെട്ടാൽ ഇവിടെ എല്ലാ സംഘടനകളെയും ക്രൈസിസിലാക്കാൻ ആര് വിചാരിച്ചാലും കോടതിയിലൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ കോടതിയിൽ കേസ് ചേർന്നാൽ സാധിക്കാവുന്നതാണ്. അതിന്റെ ദുരന്തങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഓർത്ത് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ. 1988-89 കാലഘട്ടമാണ് എൻ്റെ ഓർമ്മ. സമസ്തയിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സമസ്തയുടെ മുഷാവറ ചേരാൻ പാടില്ല, സമസ്ത മിനുട്സ് തിരുത്തി എന്നൊക്കെ പറഞ്ഞു. സമസ്ത മുഷാവറക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് മറുഭാഗത്തെ സുന്നികളുടെ വക്താവായിക്കൊണ്ട് TC എന്ന് പറയുന്ന പിന്നെ മാവൂരടുത്തുള്ള ഒരു പ്രദേശത്തുകാരനാണ്. കാന്തപുരം വിഭാഗത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം കേസ് കൊടുത്തതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സമസ്ത മുഷാവറയുടെ അധിപനായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനും ഷംസുലമുക്കെതിരാണ്. അന്ന് നമ്മൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ആർക്കെതിരാണ് കേസ് കൊടുത്തത്? അന്ന് TC മുഹമ്മദ് ഫൈസി പറഞ്ഞിട്ടുള്ളത്, ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെതിരെ പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രസിഡന്റായ കണ്ണിയത്ത് ഉസ്താദിന് നേരെയാണ് കേസ്. അന്ന് നാട്ടിക ഉസ്താദും അതുപോലെ തന്നെ വാക്കോട് മൊയ്തുകുട്ടി ഫൈസിയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും നമ്മളും പൂക്കോട്ടൂർ ഞങ്ങളെല്ലാവരും പ്രസംഗിച്ച് നടന്നത് ആ ഒരു കുട്ടിസ്ഥാനമൊക്കെ പല വേദിയിലും പറഞ്ഞതാണ്. സമസ്തക്കെതിരെ കേസ് കൊടുത്തു, സമസ്തക്കെതിരെയുള്ള കേസ്. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെട്ടുപോകട്ടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന. കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റാൻ ശ്രമിച്ചവർക്കെതിരെ അവരുടെ മുഖം കെട്ടുപോട്ടെ, അന്ന് പ്രസംഗിച്ച് നടന്നവരാണ്. ഇന്ന് സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പുസ്തകം പോലും എഴുതിയിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും അതുപോലെ തന്നെ മൊയ്തുകുട്ടി ഫൈസി വാക്കൂടൊക്കെ. അപ്പോൾ അതേ ആളുകൾ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പിന്മുറക്കാർ ഇപ്പോൾ സമസ്തയുടെ ശക്തമായ ബോഡിയായ SMF-നെതിരെ കേസ് കൊടുക്കുമ്പോഴും നേരെ അത് ചെല്ലുന്നത് അതിൻ്റെ പ്രസിഡന്റിന് നേരെയാണ് എന്ന ബോധം ഉണ്ടാവണം. 1-2 ദിവസം മുമ്പ് SKSF-ന്റെ പാലക്കാട് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഓരോ പോഷക സംഘടനകളെയും പറഞ്ഞു വന്നുകൊണ്ട് പറയുന്നത് SYS-ന്റെ മെമ്പർഷിപ്പ് നടന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നമ്മൾ പിടിച്ചെടുക്കും, അതുപോലെ തന്നെ ജമിയത്തുൽ ഖുത്തബ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് നമ്മൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? ജമിയത്തുൽ ഖുത്തബിന്റെ സെക്രട്ടറി കൂടെയാണല്ലോ. ഞാനും അതിന് ക്ലിപ്പുണ്ട്, എവിടുന്ന് പരിപാടി നടത്തുന്ന എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒന്നാമതായി ഇതിന് പൊതുവേദിയിൽ ഇത്തരം ഒരു വിഭാഗീയത പറയാൻ പാടില്ല. അതിൽ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, മറുഭാഗത്ത് പാണക്കാട് കുടുംബമാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിൽ മറുഭാഗത്ത് നിർത്തിക്കൊണ്ട് ഒരു വിഭാഗീയത പൊതുവേദിയിൽ പറയാന്ന് പറഞ്ഞാൽ അച്ചടക്കലംഘനാണെന്ന് ഞാനൊക്കെ മനസ്സിലാക്കിയ സാമാന്യ സംഘടനാപരമായ രീതി. അപ്പോൾ അവിടെ ജമിയത്തുൽ ഖുത്തബ അതിൻ്റെ പീരീഡ് അനുസരിച്ച് കൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വരും. അതിലാർക്കും ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല, അതുണ്ടാവും. ഹമീദ് ഫൈസി അമ്പലക്കടവ് ജമിയത്തുൽ ഖുത്തബിന്റെ ഒരു മെമ്പർ പോലും അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, എൻ്റെ അറിവ് തെറ്റാണോ എനിക്കറിയില്ല. അദ്ദേഹം എവിടെയും ഖത്തീബ് പോലും അല്ല. ജമിയത്തുൽ ഖുത്തബിന്റെ അഭിപ്രായം പറയേണ്ട അധികാരി ജമിയത്തുൽ ഖുത്തബിന്റെ ഖത്തീബാണ്. അത് പ്രാഥമികമായൊരു അംഗത്തുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു കൊണ്ട് പറയാം. അതിൻ്റെ സമയത്ത് അത് വരും. ഇപ്പോൾ SMF-ന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്, SYS-ന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പകുതിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ എല്ലാ സമയത്തും ഒരേ സമസ്തയുടെ എല്ലാ കീഴടങ്ങളുടെയും മെമ്പർഷിപ്പ് നടക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് താൽക്കാലികമായി കൊണ്ടാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ പ്രസിഡന്റ് പറയുമ്പോൾ അത് വിളിക്കും, അത് കാര്യങ്ങൾ നടക്കും. സ്വാഭാവികമായിക്കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ടറിയാം ഖത്തീബുമാർ ഏത് ലൈനാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഭൂരിഭാഗം ഏത് ലൈനാണ്. അതനുസരിച്ച് കമ്മിറ്റി വരും. പാരമ്പര്യമായിട്ടുള്ള ലൈനിൽ ഖത്തീബുമാരുണ്ട്. ഖത്തീബുമാർ എല്ലാവരും ഒരു ലൈനാണെന്നല്ല, ഖത്തീബുമാരിൽ കുറച്ച് പിന്നെ ഭൂരിപക്ഷം ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ ഏത് ലൈനാണെന്ന് പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ടാണ് സുന്നി മുഅല്ലിം ഫെഡറേഷൻ ഉണ്ടാകുന്നത്. മദ്രസ നടത്തുന്ന ആളുകളാണ് പൊതുസമൂഹം. ഇത്
പണ്ഡിതന്മാർ മാത്രമുള്ള ഒരു ബോഡിയിൽ നിന്നുകൊണ്ടാണ് ജമീയത്തുൽ മുഅല്ലിമീൻ ഉണ്ടായിട്ടുള്ളത്. പണ്ഡിതന്മാരും ഉമറാക്കളും ഉള്ള ബോഡിയിൽ നിന്നുകൊണ്ടാണ് SMF ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പൊതു ബോഡിയിൽ നിന്നാണ്, ഇതൊരു ഫിക്സഡ് ആളുകളുടെ ബോഡിയിൽ നിന്നാണ്. അപ്പോൾ ജമീയത്തുൽ മുഅല്ലിമീനെ പോലെ ജമീയത്തുൽ ഖുത്തബാവും ഏത് രീതിയിൽ ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടും, ആരൊക്കെയാണ് ഇതിൻ്റെ സാരഥ്യത്തിൽ വരിക എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ വരാവുന്നതിൽ തന്നെ അങ്ങനെ ഒരാളുടെ ഒരംഗം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അയാൾ ഇല്ല ഇന്ന ആളാണെന്ന് പറയുന്നത് ഒരാൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതേ വരും എന്ന് വിചാരിച്ച് എല്ലാ ഖത്തീബുമാരും ഒരു ലൈനാണ് എന്ന് ഇല്ല. പാരമ്പര്യ സമസ്തയുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബമൊക്കെ സഹകരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ഖത്തീബുമാരുണ്ട്. ആ ഖത്തീബുമാരെ കൂടി പരിഗണിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ മാത്രം കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി വന്നു എന്നതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടവരെ ഖത്തീബുമാരുള്ളൂ എന്ന് ആരും ധരിക്കേണ്ടതില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാനൊരു മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ SYS കമ്മിറ്റി മെമ്പർഷിപ്പ് വന്നാൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള രൂപത്തിലേക്ക് ഒരു ഏകപക്ഷീയമായ ഒരു ആരോപണം വന്നു. അത് അത്ര ചെറുതാവരുതായിരുന്നു. പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു വിഭാഗത്തിലേക്ക് പോകും എന്ന് അത് ശരിയല്ല. അത് പറഞ്ഞത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള. എന്നാൽ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുന്നില്ല? മെമ്പർഷിപ്പ് പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ. കൊല്ലം പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ദുരന്തത്തിൽ. ആ സമയത്തും പലപ്പോഴും ആ കാരണം പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ പലരും സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തുന്നില്ല. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ക്യാമ്പയിൻ ഓരോ ക്യാമ്പയിന് പറയുമ്പോഴും ഇത് നമുക്ക് പറയാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടോ നമ്മൾ ആലോചിക്കണം. കാരണം പുതിയ കമ്മിറ്റി വരട്ടെ, പിന്നെ മെമ്പർഷിപ്പ് ഉണ്ടാവട്ടെ, എന്തുകൊണ്ട് മെമ്പർഷിപ്പ് നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും ഈ പറയപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് പിന്നെ ആയിട്ടില്ല, അത് സംസ്ഥാനം പറയണം, സമയമായിട്ടില്ല, അത് പറയണം, ഉസ്താദുമാർ പറയട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദുമാർ പറയട്ടെ എന്ന് പറയുമ്പോഴും ഉസ്താദുമാരോട് പറയാൻ നമ്മളല്ലേ പോവേണ്ടത്? ഇപ്പോൾ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ടും മറ്റ് സംഘടനകൾ പലതും മെമ്പർഷിപ്പ് നടത്തിയിട്ടും പാതി വയിൽ ഉപേക്ഷിക്കപ്പെട്ട മെമ്പർഷിപ്പ് അതെന്തുകൊണ്ടാണ് അത് പ്രക്രിയ പൂർത്തിയാക്കാത്തത്? ഇപ്പോഴും ഞാൻ പറയുന്നത് പൊതുവേദിയിൽ വെച്ചുകൊണ്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം SYSൻ്റേത് നടന്നാൽ ഞങ്ങളുടെ ഭാഗം കൊണ്ടുപോകും, ഞങ്ങളുടെ ഭാഗം ഏറ്റെടുക്കും, ഞങ്ങൾക്ക് കിട്ടും എന്ന വിധത്തിൽ അങ്ങനെ വ്യംഗ്യധരേണയുള്ള ഭാഷയിൽ പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം വർക്കിംഗ് സെക്രട്ടറിയായ SYS കമ്മിറ്റിയിൽ അതിനുവേണ്ടി ആദ്യം പറയുക എന്ന സാമാന്യമായൊരു മര്യാദയാണ്. അതില്ലാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി. SYSൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി തന്നെ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. SKSFൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് പോലും 18 വയസ്സ് പൂർത്തിയായവർക്ക് പോലും SYSന് മെമ്പർഷിപ്പ് കൊടുക്കാലോ. അപ്പൊ അത് 18 വയസ്സായവർക്ക് ഇപ്പം മെമ്പർഷിപ്പ് ഇപ്പൊ വന്നത് മുമ്പ് 25 വയസ്സായിരുന്നു. ഇത് 18 വയസ്സായവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പുതിയ ഈ മാനുവൽ പ്രകാരം, അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഭരണഘടനയിൽ അത് ഉണ്ടാവില്ല. പുതിയ സാഹചര്യത്തിൽ അത് ഈ മാനുവൽ അത് മാറ്റിയിരുന്നു. മാനുവൽ 18 വയസ്സാണ്, ഭരണഘടനയിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ SMFൻ്റെ ഭരണഘടന തിരുത്തി എന്ന് പറയുന്ന ആളുകൾ ഇതുകൂടി ഓർക്കുന്നത് നല്ലതാണ്. അതിരിക്കട്ടെ. അപ്പോൾ 18 വയസ്സായ SKSFൻ്റെ പ്രവർത്തകർക്ക് പോലും മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന് പറയുമ്പോൾ SKSFകാരായ ആളുകൾ, സമസ്തക്കാരായ ആളുകൾ അവർക്കൊക്കെ വരാം. പിന്നെ ഇവിടെ ഒരു ആശങ്കയുടെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങളല്ല പിടിക്കുക, നമ്മൾ പിടിക്കും. സമസ്തയുടെ ഉത്തരവാദിത്വത്തോടു കൂടി പഴയ തലമുറയിൽ പഠിച്ചിട്ടുള്ള സുന്നി പ്രസ്ഥാനം എന്നൊക്കെ SYS അത് പിടിക്കും. അതിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. പക്ഷെ അത് മഹല്ല് സാരഥ്യത്തിൽ ഇരിക്കുന്നവരായ സുന്നികളും SMFിലൂടെ വന്ന ആളുകൾ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ഓർക്കണം. SYSൻ്റെ പ്രായപരിധി അങ്ങോട്ട് വെച്ചിട്ടില്ല, അത് ബഹുജന സംഘടന പോലെയാണ്. അതുകൊണ്ട് 18 വയസ്സ് മുതലുള്ള SKSF മുതൽ 80 വയസ്സുള്ള മുദരിസിനും മഹല്ല് പ്രസിഡന്റിനും മുത്തവല്ലിക്കും വരെ SYSൽ വരാം. ആ നിലക്ക് തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കണം. ഇപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ SYS എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, അവർക്ക് മാത്രമേ SYS അല്ല. SYS എന്ന് പറയുന്നത് സമസ്തയുടെ ആശയവും ആദർശവും നിലപാടും അംഗീകരിക്കുന്ന സുന്നികളായ മുഴുവൻ പുരുഷന്മാർക്കും 18 വയസ്സായാൽ അവരെത്ര പ്രായമുള്ളവരാണെങ്കിലും അവർക്കൊക്കെ SYSന് മെമ്പർഷിപ്പ് എടുക്കാം. അവർക്ക് എടുക്കണം എന്നുകൂടിയുള്ളൊരു നിർദ്ദേശം കൂടിയാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂയിലൂടെ കൊടുക്കേണ്ടത്. അവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം. എന്നാൽ അവർക്ക് സമസ്തയുടെ ഭാഗമായിക്കൊണ്ടാവണം. അത് കുറച്ചാളുകൾ മാത്രം നടത്തിയാൽ മതി എന്ന് കരുതി മാറുന്ന പല മഹല്ല് ജമാഅത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. എല്ലാവരും കൂടി ഇതിലേക്ക് അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, അവരൊക്കെ ഉണ്ട്. അവർക്ക് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് രാഷ്ട്രീയം മതി, മറ്റുള്ളവർ അവർ കൊണ്ടുവന്നോട്ടെ. അങ്ങനെ ആയിരുന്നു.
പക്ഷേ ഇപ്പോൾ ചില ആളുകളുടെ അജണ്ടക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്നു എന്ന ബോധ്യം അവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു സംഘം SYസിന് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാകും. അതിലുള്ള ഈർഷ്യതയും അതിലുള്ള വിഭ്രാന്തിയുമാണ് ചില ആളുകൾക്ക് മെമ്പർഷിപ്പ് പ്രക്രിയ വന്നാലുണ്ടാകുന്ന ഒരു ഭീതി. അത് ചെയ്യേണ്ട, SKSFിലുള്ളവർക്കും വരാലോ, 18 വയസ്സുകാർക്ക് വരാലോ, എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ.